ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾ ഒരുപാടല്ല 2-3 പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തേത് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാന്ന്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി നമ്മളിതാ സ്റ്റുഡിയോയിൽ പോവാണ് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ജലദോഷവും അതുപോലെ തന്നെ കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം കാണും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. മുടി ഉണങ്ങാത്തോണ്ട് പിരിച്ചാണ് ഇടുന്നത്. കയ്യിലൊരു ഹെൽമെറ്റും അതുപോലെ തന്നെ ബാഗും എടുത്തിട്ടുണ്ട്. ബാഗിലാണ് എൻ്റെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. ഇനി നമുക്ക് ലിയയ്ക്കും ലൂയിക്കും ടാറ്റയും പറഞ്ഞ് പോവാം. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമാണ് ടാറ്റയെ കൊടുക്കുമ്പോൾ. അപ്പോൾ എനിക്കും ചെറിയൊരു സങ്കടമാവും. പിരിഞ്ഞിരിക്കാൻ ഒരു മനസ്സില്ല, എന്നാലും പിരിഞ്ഞിരിക്കും. മുടിയൊക്കെ കുറച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് പോകുന്നത്. ഇനി പോണ വഴിക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കഴിക്കണം. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലോക്കായിപ്പോയി. ബാലരാമപുരം എന്ന് പറയുന്നത് ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്കായിപ്പോയി. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. തൊണ്ടയൊക്കെ ആണെങ്കിൽ ഒരു പരുവായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോ എത്തി. ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോയത്. നേരെ പാർക്കിങ്ങിൽ പോയിട്ട് ഹെൽമെറ്റൊക്കെ മാറ്റിയപ്പോൾ എൻ്റെ മുടി കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടു. ചകിരി പോലെയായി. ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് തന്നെ ഇട്ടു. ഏട്ടനും പറഞ്ഞു ഇത് കൊള്ളാമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. ആദ്യം തന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പോയി ഓരോരോ ഡ്രസ്സ് നോക്കുന്നുണ്ട്. ഇന്നത്തെ ഷൂട്ടിന് ഏതിടാം എന്നൊക്കെ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് സൈറ്റ് ലവ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. നല്ല ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് മാത്രം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. അതുകൊണ്ട് ഇത് തന്നെ ഫസ്റ്റ് ഇട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇത്രയും ഡ്രസ്സ് എടുത്തു. ഫസ്റ്റ് ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ട് നോക്കിയത്. ഇട്ട് നോക്കിയപ്പോൾ എന്തോ പോലെ തോന്നി. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മറിച്ചാണ് ഇട്ടത്. എനിക്കപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്. ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തായിരുന്നു. ഇതാണ് തേർഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിലെ റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ സ്റ്റുഡിയോയ്ക്ക് ബൈയും കൊടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതാ ബാക്കിൽ കാണുന്നതാണ് സ്റ്റുഡിയോ നമ്മൾ പോയത്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഫുഡ് അടിക്കണം. ഫുഡ് ഇതുവരെ കഴിച്ചില്ല. അങ്ങനെ നമ്മൾ പോകാൻ സമയത്ത് നെയ്യാറ്റിങ്കര ഇറാനിയിൽ കയറി. നമ്മൾ സ്ഥിരം അവിടെയാണ് കയറുന്നത്. ഏട്ടൻ എന്നത്തെ പോലെ ഒരു ഊണ് പറഞ്ഞു. ഞാൻ എന്നത്തെയും പോലെ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. പക്ഷേ ഏട്ടൻ്റെ ഊണിലെ പായസം, സേമിയ പായസം ഞാനാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. എനിക്ക് എന്തോ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോഴും ഇത് കാണുമ്പോൾ എൻ്റെ വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്, ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ ബിരിയാണി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അല്ലെങ്കിൽ ഫുൾ ബിരിയാണി അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു ബിരിയാണി ഞാൻ കഴിച്ചു. രാവിലെ ഫുഡും കൂടെ കഴിക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഫുൾ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരേണ്ടി വന്നു. വീട്ടിൽ വന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചെറിയ തോതിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഇതാ റെഡിയായി. അടുത്ത് നമ്മളൊരു യാത്ര പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ടൈം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷത്തിലോട്ട് അങ്ങ് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ലുക്ക് എന്ന് പറയുന്നത് സാരിയാണ്. ചെറിയ രീതിയിലാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. ലിപ്സ്റ്റിക്കൊക്കെ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാരിയുടെ കൂടെ ഞാൻ ഒരു വലിയ ബാണ്ടക്കെട്ട് ബാഗും കൂടെ എടുത്തിട്ടുണ്ട്. ഐലൈനറൊക്കെ വരച്ചു, കമ്മലൊക്കെ ഇട്ടു. നേരത്തെ ഞാൻ ക്ലിപ്പ് എടുത്തപ്പോൾ ഒരു കമ്മലിടാൻ വേണ്ടി മറന്നു. പിന്നെ കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ കാറിലാണ് പോകുന്നത്. കാറിൽ ഫ്രണ്ട് സീറ്റിലാണ് ഏട്ടൻ ഇരുന്നത്. ഞാൻ ബാക്ക് സീറ്റിൽ ബാഗൊക്കെ ആയിട്ട് ഞാനായിരുന്നു. ലൊക്കേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ച് ആവാമെന്ന് വിചാരിച്ചു. വർക്കലയാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ഭയങ്കര ലോങ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ കോവളത്താണ് പോയത്. സമുദ്ര ബീച്ചിലാണ് പോയത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാനായിരുന്നാലും വീഡിയോസ് എടുക്കാനായിരുന്നാലും അടിപൊളിയാണ് സമുദ്ര ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയി നോക്കുക. ഫസ്റ്റ് ഷൂട്ടെന്ന് പറയുന്നത് ഈ ഒരു സാരിയിലായിരുന്നു. അധികം ഫോട്ടോസൊന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ. രണ്ടാമത്തെ ഷൂട്ടെന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിലായിരുന്നു. എനിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഞാൻ അധികം ഇടാറില്ല. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇടും, അത് വേറെ കാര്യം. പിന്നെ ലൊക്കേഷൻ ആയിരുന്നാലും അടിപൊളിയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഇനി നമ്മൾ MOTയിലാണ് പോകുന്നത്, മാൾ ഓഫ് ട്രാവൻകൂർ. അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇൻഡോർ ആയിട്ടാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഈ കോസ്റ്റ്യൂം അതിനെ സൂട്ടായില്ല. ഇതൊരു ബീച്ച് കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ബീച്ച് സൈഡൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ കാറിലേക്ക് കയറി ഹെയറൊക്കെ ഒന്ന് കെട്ടിവെച്ചു. ജസ്റ്റ്
ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ നോക്കിയപ്പോഴാണ് നല്ലൊരു സൺലൈറ്റൊക്കെ വന്ന് എന്നെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നാച്ചുറൽ ലൈറ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും വല്ലാത്തൊരു ഭംഗി പോലെ തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത് ലിയോയും ലൂയും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് ഇത്രയും പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചുറ്റിക്കറങ്ങി ഒടുവിൽ എമോറ്റിയിലെത്തി. അവിടെ നിന്ന് നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അകത്തോട്ടൊക്കെ കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ കൊള്ളാമോ, ഓവറാണോ, അതങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ അടുത്ത്. അവിടെ പോയപ്പം ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. സ്ലീവ്ലെസ് പോലും ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ എന്തോ പോലെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ മാത്രമാണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ ഒരു ആൾ വന്ന് ചോദിച്ചു ഫോട്ടോ എടുക്കാൻ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന്. അതോടുകൂടെ നമ്മൾ ആ ഫോട്ടോ അങ്ങ് നിന്നു. അതുമല്ല ഭയങ്കര ഒരു വാം ലൈറ്റായിരുന്നു. അതുകൊണ്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. വയ്യാതിരുന്നുകൊണ്ട് ഈ ചായ കുടിച്ചപ്പോൾ ഇത്തിരി ആശ്വാസമായി. പിന്നെ ഞാൻ കുറച്ച് സൺഗ്ലാസൊക്കെ വെച്ച് കുറച്ച് പട്ടിഷോ നടത്തി. പക്ഷേ ഈ ഒരു ഡ്രസ്സ് ബീച്ച് സൈഡിലായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് ഫോട്ടോ കണ്ടപ്പോഴാണ് പിന്നെ മനസ്സിലായത്. അല്ലാതെ ഇട്ട് വന്നപ്പോൾ അയ്യോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ ഇതൊരു ബീച്ച് കൈൻഡ് ഓഫ് ഡ്രസ്സല്ലേ, അതുകൊണ്ട് അതേ കൊള്ളാവൂ. പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഇതിൻ്റെ പുറത്തുകൂടെ ഒരു ചെറിയൊരു ഷർട്ട് എടുത്തിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറാനിയിലാണ് കയറിയത്. ട്രിവാൻഡ്രത്തുള്ള തന്നെ ഒരു ഇറാനിയിലാണ് കയറിയത്. അവിടെ പോയി മെനു ഒക്കെ നോക്കിയാലും നമ്മളവിടെ കുഴിമന്തി കഴിക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ കുഴിമന്തി ഓർഡർ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കുഴിമന്തി വന്നു. ഞാൻ മയോനൈസൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചടിച്ചു. ആദ്യം കുറച്ച് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അൽഫാമും അതുപോലെ തന്നെ കുറച്ച് മയോനൈസും പിന്നെ ആ മന്തിയിലും കൂടെ ഇട്ടിട്ട് ഒരു പിടി അങ്ങ് കഴിച്ചു. ഒരു ആവറേജ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്ര തന്നെ ഒരു ആവറേജ് മന്തിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. ടയർഡ്നെസ് വലുതായിട്ടില്ല, കാറിൽ പോയോണ്ടായിരിക്കും, വലിയൊരു പ്രശ്നമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ വീടെത്തി. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തപ്പോൾ തന്നെ പാതി ആശ്വാസമായി. എന്നാൽ എൻ്റെ കണ്ണ് കണ്ടോ ഒരുമാതിരി ഇരിക്കുന്ന, ഇത്ര യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. അത് മാത്രമല്ല എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം ചെറുതായിട്ടൊന്ന് കൂടി. ഇനി സമാധാനത്തോടെ കിടന്നങ്ങ് ഉറങ്ങണം. അതാണ് അടുത്ത പ്ലാന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി എങ്ങനെയെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.